ആ ഉണ്ട്. ഔലിയാക്കന്മാരിപ്പം നിലവിലുണ്ട്. അൽഹംദുലില്ലാ. ഉസ്താദെ, അത് കള്ളൗലിയാണ്. ഇപ്പൊ നിലവിലുണ്ട് എന്ന് പറയുന്നത് എവിടെയാ നിലവിലുള്ളത്? നിങ്ങൾ പോയി ചോദിക്കുവോ? ഇനി നമ്മളെ അടുത്ത് തന്നെ പറയാം, കാസർഗോഡ് ജില്ലയിൽ ഇപ്പൊ നമുക്ക് പറയാ വെച്ചാല് കുഞ്ഞിക്കോയത്തങ്ങളുണ്ട്. മറ്റേ ഇയാള് ഏത് നമ്മളെ എന്താ നിങ്ങളിപ്പോ പറയാ, അള്ളാന്റെ വലിയ തന്നെയാണ്. അള്ളാന്റെ കാസർഗോഡുള്ള കുഞ്ഞിക്കോയത്തങ്ങൾ ഔലിയ, അത് കള്ളൗലിയ ഉസ്താദെ, ഉറപ്പാ കള്ളൗലിയാണത്. അല്ല, നിങ്ങൾ തെളിയിക്ക് അത് അള്ളാൻ്റെ ഔലിയാണെന്ന് നിങ്ങൾ തെളിയിക്കുക. എന്താ കാരണം? എങ്ങനെയാ തെളിയിക്കുക? എളുപ്പം കഴിയും. അത് കാസർഗോഡുള്ള കുഞ്ഞിക്കോയത്തങ്ങൾ കള്ള ഔലിയാണോ അതോ ഒറിജിനൽ ഔലിയാണോ ഇപ്പം തെളിയിക്കുക. ഈ നിമിഷം ഇപ്പം തെളിയിച്ചുതരാം ഉസ്താദെ. കാരണം എന്താ, സമസ്തക്കാരുടെ ഔലിയ എവിടുന്ന് വിളിച്ചാലും കേൾക്കും അല്ലേ? അപ്പോൾ നിങ്ങളെന്ന് വിളിച്ചു നോക്ക്, കേൾക്കുന്നുണ്ടോ? നമ്മൾ വരാം നിങ്ങളുടെ ഏരിയത്ത്. കാസർഗോഡുള്ള ഔലിയാണ്, നിങ്ങളെ നാടേടിയനും. അവിടെ നമ്മളൊന്ന് വിളിക്കുക, എന്നിട്ട് ഓറ് കേട്ടാൽ ഓർ ഔലിയാണ്, സമസ്തക്കാരുടെ ഔലിയാണ്. അഥവാ കേട്ടില്ലെങ്കിലോ കള്ള ഔലിയാണ്. ഇപ്പോൾ ഉസ്താദെ മനസ്സിലായോ? ഔലിയ, കള്ള ഔലിയ ഏതാണ്, ഒറിജിനൽ ഔലിയ ഏതാണെന്ന് ഇപ്പം മനസ്സിലായോ? ഒന്നുകൂടി കേട്ടോ. ഇതെന്തിനാ ഉസ്താദെ അയാളിയത്ത് പോന്നേ? അയാളിയത്ത് എന്തിനാ പോന്നേ? അത് കള്ള ഔലിയാണെങ്കിൽ അയാളിയത്ത് പോകണം. ഒറിജിനൽ ഔലിയാണെങ്കിൽ എന്തിനാ ഉസ്താദെ അയാളിയത്ത് പോന്ന്? നമുക്ക് ഇവിടുന്ന് എന്നെ വിളിച്ചാൽ കേൾക്കൂലേ? ഒറിജിനൽ ഔലിയാണെങ്കിൽ എവിടുന്ന് വിളിച്ചാലും കേൾക്കും. അതാ ഞാൻ പറഞ്ഞത്, അത് കള്ള ഔലിയാണ്. കാസർഗോഡുള്ള എന്താണ് ആ ഔലിയുണ്ടല്ലോ നിങ്ങളിപ്പോൾ പറഞ്ഞേ, കുഞ്ഞിക്കോയ്യ, ഓർ കള്ള ഔലിയാണ്, ഉറപ്പാ കള്ള ഔലിയാണ്. ഒറിജിനൽ ഔലിയാണെങ്കിൽ ഓറിയത്ത് പോകേണ്ടിയില്ല, നിങ്ങളെ നിന്നെടുത്തുനിന്ന് വിളിച്ചാൽ അവർ കേട്ടോളൂ. പിന്നെ ബാക്കി പോയി ചോദിക്കേണ്ട ഉസ്താദെ. ഇവിടുന്ന് തന്നെ ചോദിച്ചാൽ അവർ കേൾക്കും. കള്ള ഔലി അല്ലെങ്കിൽ നിങ്ങളെ നിയമപ്രകാരം, നിങ്ങളെ വിശ്വാസപ്രകാരം അത് കള്ള ഔലിയ അല്ലെങ്കിൽ നിങ്ങളെ നിന്നെടുത്തുനിന്ന് വിളിച്ചാൽ മതിയല്ലോ. ഓറിയത്ത് എന്തിനാ പോന്ന്? പിന്നെ ഒന്നും തരണ്ട, ഓറൊന്നും തരണ്ട. പക്ഷെ ഓറ് പറഞ്ഞാൽ മതി, എന്നെ ഇന്ന സ്ഥലത്തുനിന്ന് ഇന്നയാൾ വിളിച്ചിട്ടുണ്ട്, ഇന്നതാ പറഞ്ഞ് എന്ന് പറയാൻ ഓർക്ക് കഴിയണം. ഒരു സംഗതിയായ ഓർ തരണ്ട. പക്ഷെ നിങ്ങളെ പറഞ്ഞ് നിങ്ങൾ വിളിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. എവിടുന്ന് വിളിച്ചാലും വായു കൂടാതെ ഉത്തരം ചെയ്യുന്നവരാണ് ഔലിയാക്കന്മാർ. അപ്പോൾ ഓറിയത്ത് എന്തിനാ പോന്ന്? ഇവിടുന്ന് തന്നെ ചോദിച്ചാൽ പോരെ, ഓറുത്തരം പറയല്ലോ. ഈ മാത്രം മരിച്ചു പോയ ഔലിയല്ലല്ലോ അത്, ജീവിച്ചിരിക്കുന്ന ഔലിയല്ലേ. അപ്പോൾ ഓറെന്തായാലും കേൾക്കണോ? അപ്പോൾ കള്ള ഔലിയാക്കന്മാരെ കൊണ്ടുവന്നിട്ട് മൊയ്ലിയന്മാരെ മുസ്ലിങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. പിന്നെ ബാക്കി കിട്ടും, സമാധാനത്തിലായാലും കിട്ടും. അവര് പറഞ്ഞാൽ കിട്ടും, കിട്ടാക്കിയില്ല. എന്ത് കിട്ടുമെന്ന് മൊയ്ലിയറെ, എന്ത് കിട്ടുമെന്ന് ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഈ ഔലിയാൻ്റെ അടുത്തുനിന്ന് മുസ്ലിങ്ങൾക്ക് ഒന്നും ആവശ്യമില്ല. പക്ഷേ ആ ഔലിയ അത് കള്ള ഔലിയ അല്ല എന്ന് തെളിയിച്ചാൽ മതി. ആ കാസർഗോഡുള്ളത് കള്ള ഔലിയല്ല, ഒറിജിനൽ ഔലിയാണെന്ന് മൊയ്ലിയന്മാരെ, ഈ ഭൂമിയിലുള്ള സകല മൊയ്ലിയന്മാരെ വെല്ലുവിളിക്കുന്നു. അത് കള്ള ഔലിയാണ്. ഒറിജിനൽ ഔലിയാണെങ്കിൽ നിങ്ങളെ വിശ്വാസപ്രകാരം ഒറിജിനൽ ഔലിയാണ് എങ്കിൽ നിങ്ങളെ നിന്നെടുത്തുനിന്ന് പറഞ്ഞാൽ അവർക്ക് കേൾക്കുമല്ലോ. എന്തിനാ മൊയ്ലിയന്മാരെ ഈ കളവും കൊണ്ട് നടക്കുന്നേ? ആരെ പറ്റിക്കാനാ ഇത്? ആരെ പറ്റിക്കാനാ ഈ കള്ള ഔലിയാക്കന്മാരെയും കൊണ്ട് നടക്കുന്നേ? ഒറ്റപ്പോക്കിന് 3 ഔലിയാരെ കാണിച്ചു കാറാക്കിട്ട് വരും, ടാക്സി പിടിച്ചിട്ട് വരും. ഒറ്റപ്പോക്കിന് ഒറ്റ ഔലിയാനെയും കാണിച്ചു തരാൻ കഴിയില്ല സതേ, ഈ ദുനിയാവെന്ന് കാണിച്ചു തരാൻ കഴിയില്ല. പിന്നെ കല്ലേരി പറയുന്നേ, ഒറ്റ പോക്കിന് ഒരൊറ്റ ഔലിയാനെയും കാണിച്ചു തരാൻ കഴിയില്ല. 1000 പോക്ക് പോയി എന്ന് വെച്ചോ, എന്നാ കാണിച്ചു തരാൻ കഴിയില്ല. മജീദിനോടും
ഔലിയാക്കളെ കാണണമെങ്കിൽ ഒരൊറ്റ പോക്കിന് 3 ഔലിയ, 4 ഡസൻ ഔലിയനെ കാണിച്ചിട്ട് വരാം. ഒരൊറ്റ പോക്കല്ല, 1000 പോക്ക് പോയാലും ഒരൊറ്റ ഔലിയനും കാണിച്ചു തരാൻ കഴിയില്ല. അവരടുത്ത് എന്തിനാ പോകുന്നത്? എവിടുന്ന് വിളിച്ചാലും നിങ്ങളെ വിശ്വാസമല്ലേ കേൾക്കൂലെന്ന്. അതെ, എവിടുന്ന് വിളിച്ചാലും കേൾക്കണ്ടേ? ഔലിയാണെങ്കിൽ എവിടുന്ന് വിളിച്ചാലും കേൾക്കണം. കേൾക്കുന്നില്ലേ? ആ കള്ള ഔലിയാണ്. കല്ലേരി അറിവില്ലാതെ പറയുകയാണ്, ഇൽബ് കുറവാണ് കല്ലേരിക്ക്. നിങ്ങൾ പഠിപ്പിച്ച നിൽമ സതെ, നിങ്ങൾ പഠിപ്പിച്ചെന്ന് സമസ്തക്കാരൻ പഠിപ്പിച്ച നിൽമ ഔലിയ എന്ന് പറഞ്ഞാൽ എവിടുന്ന് വിളിച്ചാലും ഏത് നിലത്തുനിന്ന് വിളിച്ചാലും ഓല് വായു കൂടാതെ ഉത്തരം ചെയ്യും. പിന്നെ എന്തിനാ അങ്ങ് പോന്ന്? ഇൽമ കുറവ്. എന്താണ് ഇൽമ കുറവ്? എന്താ ഇൽമ കുറവ്? കേട്ടോളെ, CK കല്ലേരിക്ക് ഇൽമ കുറവ് എന്തുകൊണ്ടാണ് കേട്ടോ? അറിയിച്ചാൽ മാത്രമേ അറിയിക്കാൻ പറ്റൂ. എങ്ങനെ ഒന്നുകൂടി പറ. ഒന്നുകൂടി പറ. അല്ലാഹ് അറിയിച്ചാൽ മാത്രമേ അറിയിക്കാൻ പറ്റൂ. അൽഹംദുലില്ലാ, പോയില്ലേ ഉസ്താദ്? പോയില്ലേ? അല്ലാഹ് അറിയിച്ചാലേ ഔലിയ അറിയൂ. പോയില്ലേ ഉസ്താദേ? പിന്നെന്താ ഔലിയ? അല്ലാഹ് ഇങ്ങക്ക് അറിയിച്ചു തന്ന്, നിങ്ങളറിയില്ലേ? അല്ലാഹ് എനക്ക് അറിയിച്ചു തന്ന്, ഞാൻ അറിയില്ലേ? ഇനി ഔലിയ എന്നാ പറയാ? അല്ലാഹ് അറിയിച്ചു കൊടുത്താലേ ഓല അറിയൂ. അല്ലാഹ് അറിയിച്ചു കൊടുത്താൽ നിങ്ങളറിയില്ലേ? അല്ലാഹ് അറിയിച്ചു കൊടുത്താൽ ഒരു കല്ലറിയില്ലേ ഉസ്താദ്? ആകെ പോയില്ലേ ഉസ്താദേ? നമ്മള് വിളിച്ചാൽ വലിയ അറിയണമെങ്കിൽ അല്ലാഹ് അറിയിക്കണം. പിന്നെന്താ വലിയാണ്? അല്ലാഹ് അറിയിച്ചാലേ അറിയെങ്കിൽ പിന്നെന്താ വലിയാണ്? അല്ലാഹ് അറിയിച്ചാൽ നിങ്ങൾ ഞാനും എല്ലാം അറിയില്ലേ? അള്ളാന്റെ സാന്നിധ്യമില്ലാതെ ഒന്നും നടക്കുകയില്ല. ഇതാണ് സുന്നികളുടെ വിശ്വാസം. അപ്പൊ ഔലിയങ്ങളുമായിട്ട് എന്താ വ്യത്യാസം? ഔലിയങ്ങളുമായിട്ട് എന്താ വ്യത്യാസം? ഔലിയ ഒരു കണാരനുമായിട്ട് എന്താ വ്യത്യാസം? കണാരനെ അറിയിച്ചു കൊടുത്താൽ കണാരനറിയില്ലേ? ഇങ്ങക്ക് അറിയിച്ചു തന്നാൽ നിങ്ങളറിയൂ, എനിക്കറിയിച്ചു തന്നാൽ ഞാൻ അറിയൂ. പിന്നെ ഔലിയാക്കളുടെ പ്രത്യേകത എന്താ? മനസ്സിലായോ? അല്ലാണ്ട് കല്ലേരി ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചാൽ അറിയുന്ന ഔലിയ ദുനിയാവിലുണ്ടാവില്ല. ഇങ്ങളല്ലേ ഇതുവരെ പറഞ്ഞ് എവിടുന്ന് വിളിച്ചാലും ഔലിയാക്കം മാറും, ഏത് നിലത്തുനിന്ന് വിളിച്ചാലും വായു കൂടാതെ ഉത്തരം ചെയ്യും എന്ന് ഇതുവരെ പഠിപ്പിച്ചിട്ട് ഇപ്പൊ ഒരു ജീവനുള്ള ഔലിയാനെ കിട്ടി നോക്കുമ്പോ ഒരുത്തെന്ന് വിളിച്ചാലും ഓററിയില്ല, ഓറി അരിയത്ത് പോയിട്ട് പറഞ്ഞാലും ഓററിയില്ല. അക്കോലത്തിലായിപ്പോല്ല ഉസ്താദേ ഔലിയ. ബാക്കി അള്ളാഹ് അറിയിച്ചു കൊടുക്കണം. കല്ലേരി വിളിക്കുന്നതും കല്ലേരി പറയുന്നതും വലിയ അറിയണമെങ്കിൽ അറിയിച്ചു കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഇതാണ് സുന്നികളുടെ യഥാർത്ഥ വിശ്വാസം. ആടെ പോയില്ലേ? എല്ലാവരുടെ വിശ്വാസം അത് തന്നെയല്ലേ? ലോകത്തുള്ള മതവിശ്വാസികളുടെ മുഴുവൻ മക്കാമശികളുടെ വിശ്വാസം എന്താണ്? അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ അറിയും. മക്കാമശിരിക്കുകൾ എന്താ പറഞ്ഞ്? അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ അറിയും, അല്ലാണ്ട് ഓല് സ്വയം അറിയില്ല എന്ന് തന്നെയല്ലേ ഓലെയും വിശ്വാസം. ഇതിങ്ങളെ വിശ്വാസമാ? ഇത് ലോകത്തുള്ള സകല മതവിശ്വാസികളുടെയും മക്കാമശിരിക്കുകളുടെയും ഒക്കെ വിശ്വാസമാണ്. ഇതാ നിങ്ങളൊരു ക്രെഡിറ്റ് ആയിട്ട് നിങ്ങളെ വിശ്വാസമായിട്ട് പറയുന്ന ഉസ്താദ്? വെറുതെ വിവരക്കേട് പറയല്ല. കല്ലേരി സാഹിബ്